ഇവിടെ മറ്റേ കോലും കൊണ്ടിട്ടുള്ള കോല് കളി മറ്റേ കളരിയാണോ? അല്ല എന്താ മറ്റേ അല്ല കോലില്ലേ, കോൽക്കളിയാണോ? ആ കോൽകളിയാണ്. പക്ഷെ മറ്റേ കോലും കൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട് ഓ അത് കളരി. കളരിയാണോ അത്? ആ വലിയ സ്റ്റിക്ക് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടി. അതിന് വേറെന്തോ പറയില്ലേ? തമിഴ് സിലമ്പാട്ടെന്ന് പറയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് വേറെ. അതൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടപ്പോഴേ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടപ്പോൾ ഞാൻ അതിന്റെ അടിയിൽ കമന്റ് കണ്ടു, കുട്ടിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ ആൾക്കാർ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ അവരെന്ന് പറയുന്നല്ലേ. സന്തോഷമുള്ളൂ. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നത്? സമയം കിട്ടാറുണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്? ആക്ച്വലി കളരി ഞാൻ ഏറ്റവും ആദ്യം ഞാൻ തുടങ്ങിയത് കളരി വെച്ച്. നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കളരി ഉണ്ട്. അപ്പോൾ ഒരു 10th മുന്നേ അപ്പോൾ കളരി തുടങ്ങി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഒക്കെ എല്ലാം വന്നത് കളരി പഠിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ കളരി അപ്പോൾ റെഗുലറായിട്ട് പോയായിരുന്നു. പിന്നെ ഒരു പോയിന്റ് വെച്ച് ലൈക്ക് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യും. കാരണം അതൊക്കെയാണ് ഡാൻസിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് മോസ്റ്റ്ലി ലൈക്ക് പിന്നെ ആൾക്കാർ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ്, മൂവ്മെന്റ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഞാൻ ക്ലാസിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ലൈക്ക് മെയ് വഴക്കം നന്നായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കളരിന്ന് കിട്ടിയതാണ്, അല്ലാണ്ട് ഞാൻ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ടൊന്നല്ല. ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സുജാത ചേച്ചിയുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ കൊടുത്ത തപ്പി പിടിച്ചു കൊടുത്താണോ? ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് അതില് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുണ്ട്, ചേച്ചി എന്റെ കോളേജിലെ നമ്മുടെ സീനിയർ ആയിരുന്നു. ചേച്ചി നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ചേച്ചി ത്രൂ കൊടുത്തതാണ്. ഭയങ്കര ഇഷ്ടമായി തോന്നുന്നില്ല. അത് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനോട് എന്തെങ്കിലും പരാതി പറയാനും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പറയാനായിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ വീഡിയോസ് അധികം റീച്ച് ആക്കുന്നില്ല, അങ്ങനെ ഇപ്പൊ നല്ല രീതിയിൽ പോയിട്ട് ഇനി അനക്കുണ്ടാവും. ഇവിടെ നാടാണോ അതോ ബാംഗ്ലൂരാണോ ഇഷ്ടം? ബാംഗ്ലൂരാണോ ഇഷ്ടം. അവിടെയാണ് കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രണ്ട്സിന്റെ അല്ലേ ഇത് പേഴ്സണൽ പ്രൈവസി തോന്നിയ പോലെ നടക്കാലോ വീട്ടില്. പിന്നെ ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്യാനും അവിടെയാണ് കുറച്ചുകൂടി എളുപ്പം. നാട്ടിൽ വരുമ്പോ എന്തായിരിക്കും പരിപാടി? ഫ്രണ്ട്സിലൊക്കെ കാണാം, കോളേജിൽ പോകും, ചിലപ്പോ പുറത്തെവിടെയെങ്കിലും പോകും, സിനിമക്ക് പോകും. നമ്മള് മോസ്റ്റ്ലി എന്തെങ്കിലും കല്യാണം, തെയ്യം അങ്ങനെയൊക്കെ കിട്ടാൻ സ്ഥലത്ത് പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടന്നാക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോ അതിന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് പണിഷ്മെന്റുകൾ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങളിത് തുറന്ന് എടുക്കുക. അത് ഉത്തരം പറഞ്ഞില്ലെങ്കിലാട്ടോ. പറയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിത് തരട്ടെ അങ്ങോട്ട്. ഇത് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങള് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ചോദിക്കട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് പെട്ടെന്ന് ഷർട്ട് തേക്കണം, പക്ഷെ കറണ്ട് ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? എക്സിനെ വിളിക്കട്ടെ? അത് ഞാൻ പക്ഷെ ക്വസ്റ്റ്യൻ പറഞ്ഞു ആൻസർ ഇല്ല. അല്ല, ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, പക്ഷെ ആൻസർ കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞത്. അല്ല, അപ്പൊ പണിഷ്മെന്റ് അല്ല, അവൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞാണോ? അപ്പൊ നിങ്ങൾ ആൻസർ പറയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ഷർട്ട് തേക്കണം, കറണ്ട് ഇല്ല, പെട്ടെന്ന് കറണ്ട് പോയി, നമ്മൾ എന്ത് ചെയ്യും? അധികം ബുദ്ധി ഉപയോഗിക്കണ്ട. ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആലോചിച്ചാ ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യനെ കൊണ്ടുവരാറുള്ളൂ. ഷർട്ട് തേക്കണടാ, കറണ്ട് ഇല്ല, ഇസ്തിരിപ്പെട്ടി ഉണ്ടോ? അല്ലേ, ഇസ്തിരിപ്പെട്ടി കാര്യമില്ലല്ലോ. മറ്റേ ഇതുണ്ടല്ലോ, പഴയ ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ, അതൊന്നും അല്ല. അതെന്താ? പറയില്ലല്ലോ, പറയട്ടെ. അതായത് നമ്മൾ ആ ഇസ്തിരിപ്പെട്ടിയില്ലേ, നമ്മൾ ആ ഇൻബോക്സിനോട് ചൂടാവണം. അപ്പൊ അത് ചൂടാവും, ഇത് നമുക്ക് തേക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എടുത്തോ. രണ്ടാളെടുക്കണോ? ഇല്ല, ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം എടുത്താൽ രണ്ടുപേരും ഞാൻ ചെയ്യിപ്പിക്കും. അങ്ങനെയാണോ? നല്ല നോക്കി എടുക്കണം. എന്താ ഒരു അഭിപ്രായം?
എന്താ അതിന്റെ അകത്ത്? ഇതിൽ പ്രൊപ്പോസ് ചെയ്യുക. ഓ വാവ്. ആരെ പ്രപ്പോസ് ചെയ്യണമെന്നറിയോ? അതായത് ഇപ്പൊ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ എങ്ങനെ വീഴ്ത്തും എന്നാണ് നമ്മള് അറിയാൻ പോകുന്നത്. അത് മുഫാസ് ആണ് നമ്മളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഓക്കെ. വീഴണേ. കഴിവോലിരിക്കും. ശ്രീ, നീ എന്ത് സുന്ദരിയാന്ന് അറിയാം. നിന്റെ ഈ സൗന്ദര്യത്തില് ഈ കോളേജിൽ വീഴാത്ത ആമ്പിള്ളേരില്ല. പക്ഷെ എനിക്ക് നിന്റെ സൗന്ദര്യത്തിലല്ല, പിന്നെ നിന്റെ ഹൃദയം, ക്യാരക്ടർ അതല്ല, കണ്ടിന്യൂ. നിന്റെ ആ ക്യാരക്ടർ, നിന്റെ ആ ക്വാളിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി, അതാണ് എനിക്കിഷ്ടം. സോറി ചേട്ടാ. പറയട്ടടാ, പ്രപ്പോസ് ചെയ്യട്ടാ. പറ. പോരുന്നു എൻ്റെ കൂടെ. 2 ദിവസം തരുമോ ആലോചിക്കാൻ? എടുത്തോ, കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് യെസ് പറയണം. ശരി, ഓക്കെ. വേറെ ആളുണ്ടെന്ന് പറ. അയ്യോ സോറി ഏട്ടാ, എനിക്ക് വേറെ ആളുണ്ട് ഏട്ടാ. അയ്യോ അങ്ങനെ പറയരുത്. കുറച്ച് മാറിയിരിക്കുന്നു. ഇത്രയും നല്ലൊരു ചെക്കനെ നിനക്ക് ഈ ഇട്ടാവട്ടത്തിന് കിട്ടില്ല. അതെനിക്കൊന്ന് ആലോചിക്കണം. പോരേ? അതെന്താ ഒരു കൊള്ളിക്കല്. അടിപൊളി. ശരിക്കും വീണ്ടായിരുന്നു. ചെക്കനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പ്രശ്നം പറ്റിയേ. ചാത്താൽ ഇവന്. ഓക്കെ, അടുത്ത നമുക്കായാലോ? ആയിക്കോട്ടെ. ഓക്കെ. ചോദ്യം ചോദിക്കും. ഒരു ഷർട്ടിനെ നമ്മളെങ്ങനെ ഷർട്ട് വിട്ടിട്ട് കളി. ഒരു ഷർട്ടിനെ നമ്മളെങ്ങനെ ടീഷർട്ട് ആക്കും? അതിൽ ചായ വെച്ചിട്ട് ആ ലെവലിലേക്ക് വന്നു. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, രക്ഷപ്പെട്ടല്ലേ? ഓക്കെ. ഒരമ്മുമ്മ കുക്കറിൽ കഞ്ഞി വെക്കായിരുന്നു. പെട്ടെന്ന് ആ കുക്കർ പറന്നുപോയി. എന്തുകൊണ്ട്? എല്ലാവർക്കും ആലോചിക്കാം. അമ്മൂമ്മ കുക്കറിൽ കഞ്ഞി വെക്കായിരുന്നു. പെട്ടെന്ന് ആ കുക്കർ പറന്നുപോയി. മറ്റേ പ്ലെയിൻ ദോശയുടെ ആണെങ്കിൽ എനിക്ക് അറിയായിരുന്നു. ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ദോശയല്ലേ ഇത്? ഇത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് താഴെ ആലോചിക്കട്ടെ. ആലോചിക്കണ്ട, അത് കിട്ടില്ല. എടുക്കേണ്ടി വരുമല്ലേ? എന്ത് പറ്റി ഗൈസ്? തോറ്റ് പിന്മാറുന്നുണ്ടോ? അങ്ങനെ തോറ്റ ചരിത്രം തോറ്റ മാസം ഡയലോഗിക്കായിരുന്നു. ഓക്കെ, എടുത്തോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടെടുത്തു. അതെ. വീട്ടിലെ ആരെങ്കിലും വിളിച്ച് എനിക്ക് 2 കല്യാണം കഴിക്കണമെന്ന് പറയാ. ആരെയാ പറയാ? ആരെങ്കിലും കസിൻസിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞാലും മതി. കുഴപ്പമില്ല, നമുക്ക് നല്ല റിയാക്ഷൻ ഉണ്ടാവും. അത് മ്യൂട്ട് ചെയ്യോ?